ഇപ്പോൾ പുറത്തുവരുന്ന വിവരം എറണാകുളം നെട്ടൂരിലാണ് ആ ടിക്കറ്റ് വിറ്റിരിക്കുന്നത്. അവിടെയുള്ള ആൾക്കാണ് ടിക്കറ്റ് വിറ്റിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും വിറ്റ ടിക്കറ്റ് എറണാകുളത്തെ നെട്ടൂരിലുള്ള ആളാണ് വാങ്ങിയത്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരമാണ്. നമുക്ക് ഈ ടി തെങ്കരാജനെ എവിടെ നിന്നെങ്കിലും ഒന്ന് പൊക്കണം. അദ്ദേഹം പറഞ്ഞാൽ മാത്രമേ ഇത് കൃത്യമായിട്ട് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. എന്തായാലും പാലക്കാട് സീരീസിലുള്ള ടിക്കറ്റാണ്. ഏറ്റവും അധികം ടിക്കറ്റുകൾ വിറ്റുപോയിട്ടുള്ള ജില്ലയാണ് പാലക്കാട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നാണ് തങ്കരാജ് ഈ വാങ്ങിച്ചത്. ലോട്ടറി ഏജന്റാണ് ടി തങ്കരാജൻ. എന്തായാലും തങ്കരാജനും ആശംസകൾ. അദ്ദേഹത്തിനും വലിയ ലാഭം ഉണ്ടാകുമല്ലോ അല്ലേ ഡാൻ? തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ്. അതായത് അതിന്റെ ഒരു ഭാഗം ഈ ലോട്ടറി ഏജന്റിനാണ് കമ്മീഷനായി ലഭിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഈ ലോട്ടറി വിൽപ്പനക്കാരുടെ എണ്ണം കൂടുകയും പ്രധാനപ്പെട്ട ഏജൻസികളൊക്കെ അവരുടെ ബ്രാഞ്ചുകൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഈ ഭഗവതി ഏജൻസി എന്ന് പറയുന്നത് ഈ ഒരുപാട് തവണ ഈ ഭാഗ്യം കടാക്ഷിച്ചിട്ടുള്ള ഒരു ഏജൻസി കൂടിയാണെന്ന് പറയേണ്ടി വരും. കാരണം പലതവണ ഇത്തരത്തിൽ നറുക്കെടുപ്പിൽ ഭഗവതി ഏജൻസിയിൽ നിന്ന് വിറ്റുപോയ ടിക്കറ്റുകൾക്ക് സമ്മാനം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുകയും അത് വലിയ തരത്തിൽ ചർച്ചയാകുകയൊക്കെ ചെയ്താണ്. പ്രത്യേകിച്ച് മലയാളികളിൽ ഒരുപാട് പേർ ഈ പാലക്കാടൻ ടിക്കറ്റുകൾ തേടി മറ്റ് ജില്ലകളിലെ ലോട്ടറി കടകളിൽ പാലക്കാട് സീരീസ് ടിക്കറ്റുകൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നത് ഒരു സാധാരണ കാഴ്ചയായിരുന്നു. തിരുവനന്തപുരത്ത് ഉൾപ്പെടെ അത് വലിയ ചർച്ചയായി മാറിയ കാര്യമാണ്. ആ പ്രതീക്ഷകൾ ആരുടെയും പ്രതീക്ഷ തെറ്റിച്ചില്ല, പ്രവചനം തെറ്റിച്ചില്ല. പാലക്കാട് സീരീസിലുള്ള ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ ടിക്കറ്റ് പാലക്കാടിനോട് ലോട്ടറി ടിക്കറ്റിന് അല്ലെങ്കിൽ ഈ ഭാഗ്യദേവതയ്ക്ക് എന്തോ ഒരു പ്രത്യേക സ്നേഹമുണ്ടോ എന്ന് തോന്നുന്ന തരത്തിലാണ് ഈ തുടർച്ചയായി പാലക്കാടൻ സീരീസിന് ഡിമാൻഡ് ഏറുന്ന തരത്തിൽ സമ്മാനം പാലക്കാട്ടേക്ക് തിരിയുന്നത് എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കപ്പെടും. എന്തായാലും അശ്വതി സൂചിപ്പിച്ച പോലെ എറണാകുളം നെട്ടൂരിൽ നിന്നുള്ള ആ ഭാഗ്യവാൻ അല്പസമയത്തിനകം നമുക്ക് മുമ്പിലേക്ക് സന്തോഷിക്കുന്ന മുഖവുമായി നെട്ടൂരിൽ വിറ്റ ടിക്കറ്റാണ് ഈ TH 577825 എന്ന് പറയുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ് ഈ സമയത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് എന്നുള്ള ആ സീരീസാണ് ആ ടിക്കറ്റ്. അത് വാങ്ങിയത് തിരുവനന്തപുരത്തെ ഏജന്റായ തങ്കരാജനാണ്. ആ തങ്കരാജന്റെ കയ്യിൽ നിന്ന് വാങ്ങി നെട്ടൂരിൽ വിറ്റ ടിക്കറ്റിനാണ് ഇപ്പോൾ പ്രൈസ് അടിച്ചിരിക്കുന്നത്, ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത്. ആ ഭാഗ്യശാലി ആരാണ്, എവിടെ നിന്നുള്ള ആളാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയണം. കാരണം നെട്ടൂരിൽ വിറ്റ ടിക്കറ്റ് എന്ന് പറയുമ്പോഴും അവിടെ നിന്ന് വാങ്ങിയിരിക്കുന്നത് അവിടുത്തെ ഉള്ള ആള് തന്നെയാണോ, ആ സ്വദേശി തന്നെയാണോ ആകണമെന്ന് നിർബന്ധമില്ല. ഇത് പലരും സൗഹൃദങ്ങളൊക്കെ ഇപ്പോൾ പുതുക്കുന്ന സമയമാണ്. ഓരോ ജില്ലയിൽ നിന്നൊക്കെ ടിക്കറ്റ് എടുക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ടിക്കറ്റിനായുള്ള ഒരു പരക്കം പാച്ചിൽ നമ്മൾ കണ്ടു അല്ലേ ഡാൻ? അവസാന നിമിഷവും ടിക്കറ്റിനായുള്ള ഒരു ഓട്ടം നമ്മൾ കണ്ടിരുന്നു. ഡാൻ നേരത്തെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഒരിടത്തും ടിക്കറ്റ് കിട്ടാനില്ല. അവസാനം ചിലപ്പോൾ എനിക്ക് അടിച്ചാലോ എന്ന് വിചാരിച്ച് ഓരോ മലയാളിയും നെട്ടോട്ടം ഓടുകയായിരുന്നു ഓണം ബമ്പറിന്റെ പുറകെ. അതായത് ഇതിൽ ഏറ്റവും കൗതുകമുണർത്തുന്ന കാര്യം ഒരു പക്ഷേ ഈ ഭാഗ്യശാലി പരസ്യമായി തനിക്കാണ് സമ്മാനം അടിച്ചതെന്ന് പറഞ്ഞ് മുമ്പോട്ട് വരാനുള്ള സാധ്യത മുൻ അനുഭവങ്ങൾ വെച്ച് പെട്ടെന്ന് കുറവാണ്. കാരണം അത് അങ്ങനെ ഒന്നാം സമ്മാനത്തിന് അർഹരായവർക്ക് നേരത്തെ നേരിടേണ്ടി വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഇന്നും ചിലർ അവരുടെ അനുഭവങ്ങളിലൂടെയൊക്കെ അത് പങ്കുവെക്കുന്നത് നമ്മൾ കേട്ടതാണ്. കാരണം ഈ ഒരു തരത്തിലും പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് വളരെ രഹസ്യമായി ഞാൻ ഇതിന് 2 തവണ മുമ്പ് ഇതുപോലെ തിരുവോണം ബമ്പർ തമിഴ്നാട് സ്വദേശികൾക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണെന്ന് ടിക്കറ്റ് എടുത്തത്. അപ്പോൾ ഇത് ആർക്കാണ് ടിക്കറ്റ് ഈ ഭാഗ്യം ലഭിച്ചത്, ആർക്കാണ് ഒന്നാം സമ്മാനം ലഭിച്ചതെന്ന് അറിയാൻ ഞങ്ങളിങ്ങനെ ഈ ഗോർഖി ഭവന് മുമ്പിൽ ഇങ്ങനെ കാത്തു നിൽക്കുന്നു. അപ്പോൾ തമിഴ്നാട് സ്വദേശികളാണ് എന്നറിയുന്നു. അതിനുശേഷം ലോട്ടറി വകുപ്പിന്റെ ഓഫീസിലേക്ക് നമ്മൾ രഹസ്യമായി ഇവരെത്തിയോ എന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ ചെല്ലുകയാണ്. അപ്പം അന്ന് അവിടെ ഒരു ഉദ്യോഗസ്ഥൻ ഓഫ് റെക്കോർഡിൽ നമ്മളോട് പറയുകയാണ്, അവര് ഈ പണം നേരിട്ട് കയ്യിലേക്ക് കൊടുക്കുകയാണെന്നോർത്ത് ചാക്കുമായിട്ടാണ് വന്നത്. പിന്നീടാണ് ഇത് അക്കൗണ്ടിലേക്കാണ് പണം കൈമാറുന്നത്. അത് പെട്ടെന്ന് കിട്ടത്തില്ല എന്ന് അവരെ അറിയിച്ചതിനെ തുടർന്ന് അവർ വിഷമത്തോടെ ഇവിടുന്ന് മടങ്ങി പോവുകയായിരുന്നു. അതായത് ഇത് എങ്ങനെയാണ് ഇതിന്റെ തുടർന്നുള്ള പ്രോസസ്സ് എന്നുള്ള കാര്യത്തെപ്പറ്റി ആളുകൾക്ക് അത്രയൊരു അവബോധമില്ല. ഇപ്പൊ ഏതായാലും അത് വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്തായാലും ഇത് എറണാകുളം സ്വദേശി തന്നെയാണോ അതോ മറ്റേതെങ്കിലും നാട്ടിൽ നിന്നുള്ള ആളാണോ ഈ TH 577 825 എന്ന ഭാഗ്യം കടാക്ഷിച്ചിരിക്കുന്ന ടിക്കറ്റിന്റെ ഉടമയെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. എന്തായാലും
ടി തങ്കരാജിൽ നിന്ന് ഇതിലൊരു കൃത്യമായ വിവരം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ നമുക്ക് കാത്തിരിക്കാം. അതാണ്, ഇനി അത് മലയാളിയാണോ എന്നുള്ളത് കൂടി നമ്മൾ കാത്തിരിക്കുകയാണ്. എന്തായാലും TH 577 825 ഏറ്റവും ലക്കുള്ള ഒരു നമ്പറാണ്. ഓണം ബമ്പർ, തിരുവോണം ബമ്പർ 2025 ഭാഗ്യശാലി 25 കോടിയുടെ ആ ഭാഗ്യശാലി എവിടെയാണുള്ളത്? ഇപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുകയായിരിക്കും? അദ്ദേഹം ഇത് അറിഞ്ഞു കാണുമോ? ടിക്കറ്റ് പോക്കറ്റിലിട്ട് ഉറങ്ങുകയായിരിക്കും? ഒന്നും നമുക്കറിയില്ല. എന്തായാലും എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു തിരുവോണം ബമ്പറിന്റെ ആ ഭാഗ്യശാലി. TH 577 825 എന്ന ആ നമ്പറിനുടമ ആ ടിക്കറ്റ് എടുത്തത് ആരാണ്? ഒരാളാണോ, ഒന്നിലധികം പേരാണോ, ഒരു ഗ്രൂപ്പായിട്ടാണോ അത് എടുത്തത്? അതെങ്ങനെ വീതിച്ചു പോകും? അവരെപ്പോ വരും എന്നൊക്കെ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മലയാളികൾ. എന്തായാലും 20 പേർക്ക് 1 കോടി രൂപ വെച്ച് രണ്ടാം സമ്മാനമുണ്ട്. അതും എല്ലാ സീരീസും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. TK ഉണ്ട്, TD ഉണ്ട്, TC ഉണ്ട്, TL ഉണ്ട്, TG, അങ്ങനെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ടിക്കറ്റുകൾക്ക് 1 കോടി രൂപ വെച്ച് രണ്ടാം സമ്മാനം ലഭിച്ചിട്ടുണ്ട്. മൂന്നാം സമ്മാനത്തിനും മറ്റ് സമ്മാനങ്ങൾക്കുമായുള്ള നറുക്കെടുപ്പ് അവിടെ പുരോഗമിക്കുകയാണ്. എന്തായാലും ഓരോ മലയാളിയും കാത്തിരിക്കുന്ന ആ TH 577 825 എന്ന നമ്പറിനുടമ, അദ്ദേഹം ലോട്ടറി എടുത്തിരിക്കുന്നത് പാലക്കാട് സീരീസിലുള്ള ടിക്കറ്റാണ്. ലോട്ടറി എടുത്തിരിക്കുന്നത് നെട്ടൂരിൽ നിന്നാണ്. നെട്ടൂരിലുള്ള ആൾ തന്നെയാണോ ഇത്? മലയാളി തന്നെയാണോ? അദ്ദേഹത്തിന് വേണ്ടി തന്നെയാണോ എടുത്തത്? അദ്ദേഹം ഒറ്റയ്ക്കാണോ എടുത്തത്? എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാം. എന്തായാലും ഡാൻ കുര്യൻ ഒരിക്കൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡാൻ, എന്തായാലും ഏജന്റ് തങ്കരാജനെ നമുക്ക് ഉടൻ തന്നെ കിട്ടണം. അദ്ദേഹം ഇപ്പോൾ എവിടെയുണ്ട് എന്നതും അറിയില്ല. ആറ്റിങ്ങലിലാണ് അദ്ദേഹത്തിന്റെ ഏജൻസി ഉള്ളത്. തീർച്ചയായിട്ടും, അതായത് പാലക്കാട് സീരീസിലുള്ള തിരുവനന്തപുരത്തെ ആറ്റിങ്ങൽ ഭഗവതി ഏജൻസിയുടെ ഉടമയായ ടി തങ്കരാജ് വിറ്റ അവിടെ നിന്ന് പോയിരിക്കുന്ന TH 577 825 എന്ന ടിക്കറ്റിനാണ് തിരുവോണം ബമ്പറിന്റെ ഒന്നാം സമ്മാനമായ 25 കോടി രൂപ അടിച്ചിരിക്കുന്നത് എന്ന കാര്യം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ആ ടിക്കറ്റ് വിറ്റുപോയിരിക്കുന്നത് എറണാകുളം നെട്ടൂരിലാണ് എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. അങ്ങനെയാണെങ്കിൽ ആ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് എറണാകുളത്തു നിന്നുള്ള ഏതെങ്കിലും ഒരു ഭാഗ്യശാലിയാണോ, അതോ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളാണോ, അതൊരു വ്യക്തിയാണോ, അതോ ഒരു കൂട്ടം ആളുകൾ ചേർന്നെടുത്ത ടിക്കറ്റാണോ? ഇതടക്കമുള്ള ആകാംക്ഷ ഉണർത്തുന്ന ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാകുകയാണ്. എന്തായാലും ഒന്നാം സമ്മാനമായി 25 കോടി രൂപ, രണ്ടാം സമ്മാനമായി 1 കോടി രൂപ വീതം 20 പേർക്ക്, അങ്ങനെ 21 കോടീശ്വരന്മാരെ 1 മണിക്കൂർ കൊണ്ട് സൃഷ്ടിച്ചുകൊണ്ട് തിരുവോണം ബമ്പറിന്റെ നറുക്കെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. മൂന്നാം സമ്മാനമായി 50 ലക്ഷം രൂപ വീതം 20 പേർക്ക് കൂടി ലഭിക്കുന്നുവെന്നതാണ് ഇതിലെ എടുത്തു പറയേണ്ടുന്ന കാര്യം. ഒരു കാര്യം ഉറപ്പാണ്, പാലക്കാട് ഒരുപാട് തവണ നേരത്തെ ഭാഗ്യം കടാക്ഷിച്ച ജില്ലയാണ്. അതുകൊണ്ട് തന്നെയാണ് പാലക്കാട് സീരീസിലുള്ള ടിക്കറ്റുകൾക്ക് ആവശ്യക്കാർ മറ്റെല്ലാ ജില്ലകളിലും ഏറുന്ന ഒരു സാഹചര്യമുണ്ടായത്. തിരുവനന്തപുരത്തടക്കം പാലക്കാട് സീരീസിലുള്ള ടിക്കറ്റുകൾ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പേ വിറ്റ് തീരുന്ന ഒരു പശ്ചാത്തലമായിരുന്നു. ആകെ ശേഷിച്ച തിരുവോണം ബമ്പർ ടിക്കറ്റുകൾ ഇന്നലെ വൈകിട്ടോടെ പൂർണ്ണമായി ഏതാണ്ട് ഏറെക്കുറെ കിഴക്കേക്കോട്ടയിലും പത്മവിലാസം റോഡിലും പ്രധാനപ്പെട്ട എല്ലാ ലോട്ടറി ഏജന്റുമാരുടെ കടകളിലും ഇന്നലെ വൈകുന്നേരത്തോടെ ടിക്കറ്റുകൾ പൂർണ്ണമായി തന്നെ വിറ്റുപോകുന്ന സാഹചര്യമായിരുന്നു. ഇന്ന് അതിരാവിലെ ടിക്കറ്റ് വിൽപ്പന കടകൾക്ക് മുമ്പിൽ ഈ തിരുവോണം ബമ്പറിന്റെ ടിക്കറ്റുകൾ അവസാനമായി വാങ്ങി ഭാഗ്യം പരീക്ഷിക്കാനായി എത്തിയവർക്ക് നിരാശരായി മടങ്ങേണ്ട കാഴ്ച